കുട്ടി എന്താ എന്തായിരുന്നു ആ ഒരു ഓട്ടത്തിന്റെ ഉദ്ദേശം? അതാരാ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഓടി വരാൻ ആര് പറഞ്ഞു തന്നു? സ്വന്തം ആണ്, അതൊക്കെ സ്വന്തം ചെയ്തതാ. വാസുകി വാസുകി ചുന്ദരി വാസുകി ആരെ പറ്റിയുള്ള പാട്ടാ? അയ്യോടാ. വാസുകി വാസുകി കുറുമ്പി വാസുകി. ആ ഉടുപ്പിനെ പറ്റിയൊന്ന് ചോദിക്കും, അതുകൊണ്ടാണ് അത് പൊക്കി അതുകൊണ്ടാണ് ഇങ്ങോട്ട് പിടിച്ചത്. കാണിച്ചത്. നല്ല സൂപ്പർ ഉടുപ്പല്ലേ? ഈ ഉടുപ്പിന് വെയിറ്റ് ആയിട്ടാണ് ഞാൻ പതുക്കെ ഓടി വന്നത്. അയ്യോടാ, ഓ, അതിന് weight weight ആണല്ലേ? കൂടിപ്പോയി അതിന്. അതാണ്. നിറച്ച് അതിന്റെ മുത്തല്ലേ? മുഴുവൻ വർക്കാണ് അതില്. അതെ, നല്ല തിളങ്ങുന്നുണ്ടല്ലോ നല്ല വാസുകുട്ടി. രസമുണ്ട് പക്ഷെ കാണാൻ, വെയിറ്റ് ആണെങ്കിലും കേട്ടോ. ഹൈറ്റും തോന്നിക്കുന്നുണ്ട്. ആ, ഇന്നത്തെ ഹെയർ സ്റ്റൈലും കൊള്ളാം, നല്ല രസമുണ്ടല്ലോ. കൊറേ മുത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുടിയിൽ ചുറ്റും. വാസുകി വാസുകി പല്ലില്ല വാസുകി. 3 പേരുമായി. നല്ലുടുപ്പ്, നല്ല ചുന്ദരി. ഇത് കൊള്ളാലോ, ഇയർ റിങ്സ് കൊള്ളാലോ. അമ്മ വെച്ചതാ. ആണോ? അമ്മ മേടിച്ചതാ. ആ, ഇത്ര സുന്ദരിയായിട്ട് ഏത് പാട്ടാ പാടുന്നേ? നിനക്കുന്നില്ലാവിൽ. നിനക്കൊന്നില്ല. ഭയങ്കര സീരിയസ് പാട്ടാണല്ലോ. നിങ്ങളുടെ അമ്മേനെ ഓർക്കുന്ന പാട്ടത്. ഞങ്ങളുടെ അമ്മയെ വാസുകി കുട്ടി ഓർക്കാൻ പോണം. പിന്നെ നിങ്ങളുടെ അമ്മയെ ഞങ്ങൾ ഓർക്കട്ടോ. ഓർക്കണ പാട്ട്. അവരവരുടെ അമ്മ അവരവരുടെ പാട്ട് കേൾക്കുമ്പോ അമ്മേനെ ഇങ്ങനെ ഓർമ്മ വരും നമുക്ക്. അതാണ്. അപ്പൊ ഞങ്ങളുടെ അമ്മയെ വാസു ഓർത്തോണേ. പാടുമ്പോ അതിന് കണ്ടിട്ട് വേണ്ടേ. കണ്ടിട്ട് വേണ്ടേ? കണ്ടിട്ട് വേണ്ടേ? പഠിക്കോ പഠിക്കോ പഠിക്കോ. All the best. All the best. All the Thank best. you. നിനക്കും നിലാവിൽ കുളിക്കും പുഴയ്ക്കും ഉമ്മയായി തീർന്നത് പുണ്യം. തണുപ്പിൻ തലോടലും താരാട്ടുപാട്ടുമായി വിളിക്കുവാനാണെന്റെ ജന്മം.
മനസ്സിലായി. ഇത്രയും നന്നായിട്ട് പാടാനുള്ള കാരണം എന്താ? എന്താ? അച്ഛൻ വന്നില്ലേ? അതാണോ? അതാണോ വാസു? അല്ലേ? അല്ല, പിന്നെന്താ? അമ്മ വന്നില്ലേ? അതാണോ വാസു? അതമ്മ എപ്പോഴും വരാറില്ലേ? എപ്പോഴും വരാറുണ്ട്. അപ്പൊ അതുമല്ല, പിന്നെന്താ കാരണം? എന്റെ പേരശ്ശിയുണ്ട്, അച്ഛന്റെ കസിൻ സിസ്റ്റർ. ഓ, വന്നിട്ടുണ്ട്. അതുകൊണ്ടാ നന്നായി പാടിയേ. അതുകൊണ്ടാണ് നന്നായിട്ട് പാടിയേ. എന്തൊരു ആനന്ദ ഭൈരവിയായിരുന്നു. ഈ ആനന്ദ ഭൈരവി എങ്ങനെ പഠിച്ചു വാസു? അമ്മ പഠിപ്പിച്ചാണ്. ആണോ? പാട്ട് പാടുമ്പോ ഇടയ്ക്കിടയ്ക്ക് നോക്കണമെന്ന് പറയല്ലേ അമ്മ? വാസു എന്നെ നോക്കിക്കൊണ്ടേ ഇടയ്ക്ക്. അപ്പൊ ഞാനും പാടിത്തരാം. അമ്മയെ അങ്ങോട്ട് പാടി കൊടുക്കുന്നു, വാസു അങ്ങനെ നോക്കി പാടുന്നു, പിന്നെ നമ്മളെ ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നു. പരിപാടിയൊക്കെ മനസ്സിലായി അങ്കിളുടെ കേട്ടാ. അവസാനത്തെ ആനന്ദ ഭൈരവിയാണ് ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുന്നത്. ഹൈലൈറ്റ് അല്ലേ? ഹൈലൈറ്റ്. വൈശാഖ് സാർ അത് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പഠിപ്പിച്ചതാ. വൈശാഖ് സാർ അമ്മ. ഒരു ഭയങ്കര കഷ്ടപ്പാടായിരുന്നോ? ആരാണ് കൂടുതൽ കഷ്ടപ്പെട്ടത്, വൈശാഖ് സാറാണോ അമ്മയാണോ? വൈശാഖ് സാർ. വൈശാഖ് സാർ. നല്ല കഷ്ടപ്പെട്ടു. എത്ര ദിവസം എടുത്ത്? 3 ദിവസം എടുത്താണ് പഠിച്ചത്. മീനൂട്ടാ മാത്രല്ല ഈ വാക്കുകളൊക്കെ പഠിപ്പിച്ചത് പറയുന്നത് അതൊക്കെ തെറിച്ചു വന്നു. അതൊക്കെ കൊള്ളാം. പക്ഷെ കുലിപ്പിച്ചെന്നാ പാടിയത് ആദ്യം. അങ്ങനെ കുലിപ്പിക്കാൻ പറ്റുമോ? എന്താ ചെയ്യണം കുളിപ്പിച്ചാൽ? ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അമ്മ പറഞ്ഞു കുലിപ്പിച്ചിട്ടാന്ന് കേക്കണേ. അതാ പല്ലില്ലാത്തോണ്ടായിരിക്കും മുന്നില്. സാരല്ല കേട്ടോ, ഭയങ്കര രസമുണ്ടായിരുന്നു. ഇത്രയും സീരിയസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ആരും പാടിയിട്ടില്ലല്ലോ നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസ്. അതെ, ആ നേരാട്ടോ. ഇത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു കവിതയും മറ്റു സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ ഈ നിലാവത്ത് ഇങ്ങനെ ഞാൻ പറന്നു പോയില്ല. ഞാൻ പറന്നു. ഹാപ്പിയായി. എങ്ങനെയാ പറക്കുന്നേ? ഇങ്ങനെ നന്നായിട്ട് നല്ല രസമായിട്ട് പറക്കണം. നോട്ടെ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞേ. ഓ, ആ പാട്ടിൽ കൂടെ പറക്കും മതി. എന്ത് രസാന്നറിയോ? ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ണടച്ചിരുന്നു. എന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അച്ഛനും അമ്മയും ഒന്നിച്ചിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു വാസു കലക്കും, കാരണം അച്ഛനും അമ്മയും ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്, അതല്ലേ സ്പെഷ്യൽ. അതുകൊണ്ടാണ് നന്നായിട്ട് പാടിയെന്നാണ് പറഞ്ഞത്. അതെ, സ്പെഷ്യൽ ആരൊക്കെയാ വന്നിരിക്കുന്ന? കുറച്ചു പേരുണ്ട്. ആരൊക്കെയാ ഉള്ളത്? എന്റെ പേരശ്ശി, പിന്നെ പേരശ്ശി. ഏതാ പേരശ്ശി? കൈപൊക്കോ ഒന്ന്. അത് പരിചയപ്പെടുത്തോ ഒന്ന് മൈക്ക്. അതെ, പേര് പറഞ്ഞോ. എന്റെ പേര് ദിവ്യ എന്നാണ്. ഞാൻ കിങ്ങിണിയുടെ പേരശ്ശിയാണ്. കിങ്ങിണിയുടെ അച്ഛന്റെ പ്രശോഭിന്റെ ഒരു കസിൻ സിസ്റ്റർ. ഓ ശരി. എന്റെ പേര് ശ്രീദേവി എന്നാണ്. ഞാൻ ഇതേപോലെ പേരശ്ശിയുടെ മോളാണ്. എന്റെ പേര് അനയെന്നാണ്. ഞാൻ ഇതുപോലെ പേരശ്ശിന്റെ മോനാണ്. എന്റെ പേര് പ്രഭേഷ്, ഒരു ഹസ്ബൻഡാണ്. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ഫോർ കിങ്ങിണി. ആദ്യമാണ് ഞാൻ കേൾക്കണ കേട്ടോ കിങ്ങിണി കുട്ടി എന്നൊരു പേരുണ്ടെന്ന്. ഭയങ്കര രസമല്ലേ വീട്ടില് കിങ്ങിണി എന്ന് വിളിക്കാൻ. ഒരു ചോദ്യം ചോദിക്കട്ടെ? കിടക്കയിൽ കിടക്കും പക്ഷെ ഉറങ്ങൂല, അതാരാ? മധു? കിടക്കയിൽ കിടക്കും മൂത്രം ഒഴിക്കില്ലെന്നോ? പക്ഷെ ഉറങ്ങില്ല. തലയണയാണോ? മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ? അതായിരുന്നു തോന്നുന്നു. പൊതപ്പ് കണ്ടുപിടിച്ചേട്ടാ. അതൊന്നും പറയണ്ട, എന്റെ മോള് ബ്രില്യന്റ് തന്നെയാണ്. അതെ എന്തോ പണി വരാൻ. വാസു കലക്കിയേട്ടാ. ഇത്രയും നല്ലൊരു കവിത, അതും നിലാവത്ത് ഇങ്ങനെ കവിതയിൽ ഇങ്ങനെ പറന്നുപോയില്ലേ, അത് അങ്കിൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. വാസുകുട്ടി, എന്ത് ഫീലായിരുന്നു എന്നറിയോ പാടിയപ്പോ? ഞാനിങ്ങനെ കണ്ണടച്ചിട്ട് എന്റെ അമ്മേനെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. സാധാരണ ഞാൻ എപ്പോഴും അച്ഛനെ പറ്റിയിട്ടല്ലേ പറയാറ്. അപ്പോ ഞാനും അമ്മയെന്ന് പറഞ്ഞാൽ എപ്പോഴും തല്ല. ഫുൾ ടൈം അമ്മേന്റെ ടേസ്റ്റ് വേറെയാണ്, എന്റെ ടേസ്റ്റ് വേറെ. അമ്മക്ക് ഇങ്ങനെ മുടിയൊക്കെ ഇന്ന് രാവിലെയും കൂടെ വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, അമ്മയ്ക്ക് ഇങ്ങനെ മുടിയൊക്കെ നടുവിലെ പാർട്ട് ചെയ്ത് മുടി പിരിച്ചിട്ടിട്ട് ഇത്ര മുടിയൊക്കെ ഉള്ള ആളായിട്ട് എന്നെ കാണാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ എപ്പോഴും ബോബ് ചെയ്ത് മുടി പകുതി കട്ട് ചെയ്ത് അങ്ങനെ തരാം. നമ്മള് പറഞ്ഞ 2 പോൾസിൽ നിൽക്കുന്ന ആളുകളാ. പക്ഷെ വാസിക്കുട്ടി പാടിയപ്പോ ഞാൻ ഇങ്ങനെ പെൺകുട്ടിയാണെങ്കിലല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. ടോം ബോയ്, യെസ്. പക്ഷെ ആ ഒരു സ്റ്റൈലായിരുന്നു കേട്ടോ മച്ചേട്ടാ. പണ്ട് ആ ഒരു സ്റ്റൈലായിരുന്നു, ടീഷർട്ടും ജീൻസ്. എന്ത് ചെയ്യാനാ? ഇപ്പൊ ഞങ്ങൾ ഈ പേരും പറഞ്ഞിട്ട് എപ്പോഴും അടിയാ. അമ്മ കൊണ്ടുവരുന്ന ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെടില്ല. എല്ലാം അച്ഛൻ്റെ ഒരു ടേസ്റ്റ്, അച്ഛനുമായിട്ടാണ് കൂടുതൽ കണക്ഷൻ, അച്ഛനുമായിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്, പാട്ട് പാടുന്നത്.
പക്ഷെ വാസുകുട്ടി ഇപ്പൊ പാടിയപ്പോ ഞാൻ ആലോചിക്കായിരുന്നു, അമ്മ അവിടെ സൈലന്റ് ആയിട്ട് എപ്പോഴും ഉണ്ട്. അമ്മ എല്ലാ ദിവസവും സൈലന്റ് ആയിട്ട് ഇപ്പൊ ഭക്ഷണം തരാനും കുളിപ്പിക്കാനും. പക്ഷെ ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് അത് ഹിഡൻ ആയി പോയിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ. നമ്മൾ പലപ്പോഴും ഫ്രണ്ടിൽ നിന്നിട്ടല്ലാണ്ട് അച്ഛന് നല്ല കട്ട സപ്പോർട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ പുറകിൽ നിന്നിട്ടാണ് അമ്മ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അതെനിക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എനിക്കിങ്ങനെ വാസുകുട്ടി പാടിയപ്പോ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുമായിരുന്നു. മുടി മുറിക്കാൻ കൊണ്ടുപോയത്, പുതിയ ഉടുപ്പ് ഇട്ട് തരുന്നത്, കുളിപ്പിക്കുന്നത്, എന്റെ അനിയനെ നോക്കുന്നത്, അച്ഛമ്മേനെ നോക്കുന്നത്, അച്ഛനെ ഇതൊക്കെ ഇങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്രക്ക് ഫീൽ ഉണ്ടായിരുന്നു വാസുകുട്ടിയുടെ പാട്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയി പാടി ചേച്ചി. വേറെ ഒന്നും ആലോചിക്കാൻ സമയം കിട്ടിയില്ല. നല്ല രസത്തിൽ ആനന്ദ ഭൈരവി പാടി. താങ്ക് യു. മിടുക്കിയായിട്ട് പാടി കേട്ടോ. നല്ല ഫീല്. എന്തൊരു പ്രോഗ്രസ്സാ. താങ്ക് യു കേട്ടോ. മിടുക്കിയായി പാടി കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. യെസ്. വാസുകുട്ടി, എന്താ അമ്മയെ പറ്റിയുള്ള പാട്ടായിരുന്നല്ലേ? അമ്മ ഇതുപോലെയൊക്കെയാണോ ഈ പാട്ടിൽ പറഞ്ഞ പോലെയാണോ? പാവം അമ്മയാണോ അതെയോ ഇച്ചിരി വഴക്കൊക്കെ പറയോ? വഴക്ക് ആണോ? അതൊക്കെ നമ്മൾ നന്നാവാൻ വേണ്ടിട്ടല്ലേ? സ്വാഭാവികം. എനിക്ക് കൊറേ കിട്ടിയിട്ടുണ്ട്. അച്ഛനും അത് അച്ഛനും അതുപോലെ വഴക്ക് അച്ഛനും അതുപോലെ. ആ, അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ വഴക്ക് കേട്ട ഈ മധുവങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ആയത്. ഇത് കണ്ടില്ലേ? വളർന്ന് പന്തലിട്ട് നന്നായിട്ട്. പന്തലിച്ചു. അതെ, രണ്ടുപേര് കണക്കാ. രണ്ടുപേരും കണക്കാണോ? കണക്കാ. ഓ, അത് ശരി. അപ്പൊ ഈ പാട്ടിൽ പറഞ്ഞ പോലെയൊന്നും അല്ലേ? ഇതായിട്ട് ആണല്ലേ? അല്ലേ? സമയത്ത് ചെറുതായിട്ട്. ആ, എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ പാട്ടിൽ പറഞ്ഞ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് ആ കോസ്റ്റ്യൂം. ആഹാ, എന്താ രസം. ഇത് തയ്പ്പിച്ചതാ. ആണോ? ഇതുപോലത്തെ ഇത് ആ, മേടിച്ചിട്ട് തയ്ക്കാൻ കൊടുത്തു. തുണി മേടിച്ച് തയ്ക്കാൻ കൊടുത്തു. തയ്ക്കാൻ കൊടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് മധുമകളിന് വളരെ ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ. ഓക്കെ. എന്താ ഒരു സന്തോഷമില്ലാത്ത? ഇല്ല, പാട്ട് പാടിയതിന്റെ പാട്ടിൽ ഫീലിംഗ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതാ. ലയിച്ചിരിക്കുവാ. അതെ, അതിന്റെ ഇത് മാറി, ഹാങ് ഓവർ ഒന്നും മാറിയിട്ടില്ല. അതെ, ഓക്കെ അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി. ലയിക്കാൻ സമ്മതിക്കില്ല. Sorry, ലയിച്ചോളൂ. ഓക്കെ ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മിനുടാ, എന്തോ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടി 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 മനസ്സിലൊരു യുദ്ധം, അന്താരാഷ്ട്ര പ്രശ്നങ്ങളെല്ലാം കൂടെ എല്ലാം എന്റെ തലയിലായി പോയതുകൊണ്ട് ഇതെല്ലാം പരിഹരിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് സത്യം പറ, പ്രിയ ചേച്ചി അല്ലേ? അത് പാർട്ട് ഓഫ് ദ യുദ്ധം. ഞാൻ പറഞ്ഞില്ലേ? ദ യുദ്ധം. ആ, പാർട്ട് ഓഫ് ദ യുദ്ധം. അപ്പൊ അങ്ങനെ പല പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതെ. അപ്പൊ ഈ പാട്ട് കേട്ടപ്പോ അത് തണുത്തില്ലേ? എന്തായാലും മീൻകുട്ടാ, താങ്ക് യു ഫോർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ. എന്റെ തലയിൽ കൂടെ പോകുന്ന പക്ഷെ അത് ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. നമ്മുടെ ഈ പാട്ട് കേട്ടോ? പാട്ട് കേട്ടോ? തണുത്തു. ഞാൻ പറഞ്ഞില്ലേ ശരിക്കും തുടക്കത്തില്. തണുത്ത് ഇങ്ങനെ കുളിപ്പിച്ച മഴ പോലെ. പിന്നെ ഞാൻ ഇങ്ങനെ പറന്നെന്ന് പറഞ്ഞില്ലേ, അതെ. അപ്പൊ ഞാൻ വെയിറ്റ്ലെസ് ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാസുകുട്ടിക്ക് എന്ത് കൊടുക്കണം? ഒരു മഴയല്ലേ? അങ്ങനെ ഒരു മധുര മഴ. അങ്ങനെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആൾക്കാരെ പറ്റി പറയുന്നില്ലേ? ഒരു തിരുവനന്തപുരം